ഹായ് ഹലോ. ഇന്ന് നമ്മൾ പോണത് പൂപ്പല്ലി കാണാനാട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ തമ്പനയിൽ. പൂപ്പല്ലീൻ്റെ വയനാട് ഫുൾ വീഡിയോ ആണ് ഇട്ടത് വരുന്നത്. എല്ലാവരും ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണട്ടത്. വയനാട്ടിലെ ഏകദേശം സ്ഥലം ഞങ്ങളിന്ന് ഫുള്ള് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കയറി പോണ വീഡിയോസാണ് ഇപ്പോൾ ഫുള്ള് കാണിക്കുന്നത് കേട്ടോ. ഒന്നാം വളവ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വളവിൻ്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുള്ള് വീഡിയോസ് എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങളെ. വണ്ടി നിർത്താനോ ഇതില്ല അല്ലേ? നിറച്ച് വണ്ടികൾ. വണ്ടി നല്ല പോക്ക് പോകുന്നുണ്ട്. പക്ഷെ വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് നിർത്താൻ കഴിയില്ല, കാരണം അവിടെയൊക്കെ സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട്. പിന്നെ ഇവർ തന്നെ കുറേ ദിവസമായി മോളൊക്കെ പറയുന്നു പപ്പാ പോവാ പറഞ്ഞിട്ട് മൊബൈലിൽ ഇങ്ങനെ കണ്ടിട്ടാണത് നല്ലത്. അപ്പൊക്കെ ഞങ്ങൾ കുറെ കുരങ്ങനൊക്കെ കണ്ടിട്ടോ. അച്ഛമ്മോൾക്കൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കാണാൻ വേണ്ടി നിർത്തിയതാ. അതിനും വേറെ ഒന്നുണ്ട്. അവിടെ വണ്ടിയിലേക്ക് ഇത് കയറൽ തുടങ്ങി. അപ്പം തന്നെ ഞങ്ങൾ കുടുങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം ഡോറടച്ച്, അല്ലെങ്കിൽ നടക്കൂലേ, കാരണം വണ്ടീൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വേഗം ചാടി കയറിയിട്ടാ കയറൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് അവിടുന്ന് ആൾട്ടിങ് അവിടെ കുറേ വണ്ടിക്കാരൊക്കെ ആൾട്ടുണ്ട്, പക്ഷെ അവരൊക്കെ ഗ്ലാസ് താത്തിയിട്ടിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മോള് കുറേ ദിവസമായി പറയുന്നു ഇങ്ങനെ പോവല്ലേ അപ്പം പിന്നെ അങ്ങനെയല്ലേ യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. ഞാനൊക്കെ അതിൻ്റെ ഒരാളാണ്, പക്ഷേ സാമ്പത്തികം അതിന് അനുവദിക്കുന്നില്ല. എന്നാലും ഇങ്ങനെ ചെറുകിട ടൂർ അങ്ങോട്ട് പോയി സമാധാനിക്കുക അല്ലേ. അല്ല, ടൂർ പോകാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ. പിന്നെ നമ്മളൊരു വിധ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അല്ലേ. അന്നൊന്നും പക്ഷെ ചാനലും ഇല്ല, മൊബൈലും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ. പിന്നെ നമ്മളെ ലോക്കൽ ഫോണിലല്ലേ ഇരിക്കണ്ടേ, വലിയ ഐഫോണൊന്നും നമുക്കില്ലല്ലോ. നമ്മളെ ഫോണിൽ കഴിയുമ്പോലൊക്കെ വീഡിയോ മാക്സിമം ഒപ്പിച്ചെടുക്കണ്ടേ, കാരണം കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റി എടുക്കാനൊന്നും കറക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛമ്മോള് കുറെ നേരം എടുത്ത് നിൽക്കുമ്പോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ മാക്സിമം കഴിയുമ്പോലൊക്കെ വീഡിയോ എടുക്കണ്ടേ. അതൊക്കെയാണ് വീഡിയോന്റെ ഞങ്ങൾക്ക് വലിയൊരു രസമല്ലാത്തത്. അത് വെച്ചിട്ട് ആരും കാണാതെ നിൽക്കിട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലും പഠിക്കും. അപ്പൊ പഠിച്ചു വരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ഇത് 9ാം വളവിൽ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ വണ്ടി ആൾട്ടാക്കാൻ നിന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞു നമുക്ക് റിട്ടേൺ വരുമ്പോൾ നോക്കാമെന്നാണ്. ഇതാണ് നമ്മളൊപ്പമുള്ള സുഹൃത്തുക്കൾ കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. രാവിലത്തെ ആ തണുപ്പും പ്രത്യേക ഒരു വൈബാണല്ലോ. ഇപ്പം നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഗുമ്മിലാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല വൈബിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അതിൻ്റെ ഒരു ത്രില്ലിൽ എല്ലാവരും നിൽക്കണം. വയനാട് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറെ പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ വയനാട്. പോയിട്ടുണ്ട്, കല്യാണത്തിന് പോയിട്ടുണ്ട്. പിന്നെ നമ്മള് തിരുനെല്ലി അമ്പലത്തിൽ പോകുമ്പോ അല്ലേ, നമ്മള് പോയിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് ചാനലൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഞങ്ങള്. അപ്പോൾ ചാനലൊന്നും അന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങൾ. അപ്പോൾ പിന്നെ നമ്മൾ ആനേനെയൊക്കെ കണ്ടില്ലേ വണ്ടിയുടെ മുന്നിക്ക്. അതെ. പിന്നെ ഞങ്ങൾ പോണ വഴിക്കൊരു ഹോട്ടല് നമ്മളെല്ലാവരും ചായ കുടിക്കുക, എന്നിട്ട് യാത്ര ചെയ്യാന്നും പറഞ്ഞ് പിന്നെ ഒരു ഹോട്ടലിൽ കയറി. കൈ കഴുകാൻ വയ്യട്ടോ, നല്ല തണുപ്പാണ്. എല്ലാവരും കൈ കഴുകിയിട്ട് മേപ്പെട്ടൊക്കെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്, കാരണം ഓടിച്ചെന്ന് വേഗം കൈ കഴുകും. നല്ല ഐസ് പോലത്തെ വെള്ളം കേട്ടോ, ഒന്നും പറയാൻ വയ്യ. പക്ഷെ അത് ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, അമ്മക്കായിട്ടാവും അങ്ങനെ തോന്നണല്ലേ. അതെ. പിന്നെ നമ്മള് തേയിലത്തോട്ടുണ്ട് പോണ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ വയനാട്ടിൽ കുറെ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടത്തിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടാട്ടോ. ഒന്നും പറയാലോ. പക്ഷെ ഇറങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇറങ്ങിയിട്ടില്ല. നമ്മൾ അന്നൊക്കെ വണ്ടിയിൽ തന്നെയല്ലേ കല്യാണത്തിന് പോയത്. ഇറങ്ങിയിട്ടില്ല. കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ വണ്ടി നിർത്തി കണ്ടിട്ടുണ്ട്. ഇറങ്ങി ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. ശരിയാ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അതെ, അന്നൊക്കെ ഒരു പാട്ട ഫോണല്ലേ. പിന്നെ തണുപ്പ്, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. അച്ഛമോളൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ നല്ല ഐസ് കട്ടപ്പോ കയ്യൊക്കെ. അവിടെ നിന്ന് ഞങ്ങളെ ഫസ്റ്റ് ഇറങ്ങുന്ന കൂടെ പോകുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇറങ്ങി നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു വേറെ വണ്ടികളൊന്നും അവിടെ കാണാനില്ല. അവിടെ കുറെ ചെക്കന്മാർ കളിക്കുന്ന കണ്ടിങ്ങനെ. കളിക്കുന്നല്ല, അവിടെ റൈഡിങ് ഉണ്ട് തോന്നുന്നത്. ഒരു 4 വീല് കണ്ടില്ല നിങ്ങൾ അവിടെ, ചെറിയൊരു വണ്ടി ജീപ്പ് പോലത്തെ. അപ്പോൾ അതിൽ റൈഡിങ് ഉണ്ട് ചെറിയ തോതിൽ. അങ്ങനെ ആ തേയിലത്തോട്ടൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി കാണാൻ തോന്നുന്നത്. അപ്പൊ തന്നെ മോള് തുടങ്ങി. ഞങ്ങൾ എല്ലാരും അവിടെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ. അല്ല, മോള് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഓള് പറയണേ പപ്പ ഞാൻ സൈക്കിൾ ചവിട്ടുന്ന കയറട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്റെ മൂട്ടിൽ കൊറേ നടന്നു നോക്കി. അത് പിന്നെ നമ്മൾ ഒരാൾക്കായിട്ട് നമ്മൾ സമയം ഒരുപാട് പോകും ഇറങ്ങി വരുമ്പോ. അല്ല, അത് ശരിയാണ്. കാരണം എല്ലാരും നമ്മൾ സമയം നോക്കണം. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഒരു ദിവസത്തെ പരിപാടിയാണല്ലോ. അപ്പൊ നമ്മൾ കയറി അതിൽ ടൈം പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലമൊന്നും കാണാൻ കഴിയില്ല.
മാക്സിമം ഞങ്ങള് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാരും റീൽസിന്റെ ഒക്കെ മൂട്ടിലാണല്ലോ നടത്ത്. പക്ഷെ അതുപോലെ ഒരു പൂവ് കണ്ടു ഞാനിങ്ങനെ. അതാണ് ഞാൻ നോക്കി നീ പൂവ് ഇറക്കിയെന്ന്. ഒരു പൂവ് പക്ഷെ ഞാൻ ഇതുവരെ സ്മെല്ലൊന്നുമില്ല, പക്ഷെ ഒരു പൂവ് ഉണ്ടായില്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിപ്പോ അത് പൂവുണ്ടാവും ചിലപ്പോ നമ്മൾ ഒരു കായ ഉണ്ടായിമില്ലേ, നമ്മൾ കാണുമ്പോ വേറെന്നുണ്ട് തേയില. പക്ഷെ ഞാൻ പറയാം നമ്മളിപ്പോ ഇതിങ്ങനെ പോയപ്പോ നല്ല മൂത്ത് നിക്കണ അല്ലല്ലേ ഈ ടിവിയിലോ സിനിമയിലൊക്കെ കാണിക്കുമ്പോ ഇതിങ്ങനെ തളിര് അല്ലല്ലേ പറിച്ചിങ്ങനെ. ഇത് തളിര് വേറെന്നുണ്ട്, ഇതിന്റെ മുകളിൽ കിളുത്ത് വരുവല്ല, അതിങ്ങനെ പറിക്കലാവൂലേ. അത് കട്ട് ചെയ്ത് കൊണ്ടുപോകല്. ഓരോ കയ്യിലൊരു ഇതുണ്ട്, കട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, അതിൽ കട്ട് ചെയ്ത് കയറ്റിപ്പോവും. ഇതിപ്പോ ഇവര് ഫസ്റ്റ് റൗണ്ട് ഒരാഴ്ചയിൽ എനിക്ക് തോന്നുന്നു കൂടുമ്പോ വെട്ടുന്നു തോന്നുന്നു ഈ തേയില ഫുള്ള്. പക്ഷെ അതൊക്കെ പറഞ്ഞു തരാൻ ഒരാള് വേണല്ലേ. അതിന് നമുക്കറിയില്ല ഇതിനെ കുറിച്ച്, എങ്ങനെയാണ് ഇത് പറിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ നമുക്ക്. പിന്നെ എന്റെ ചുരിദാർ എങ്ങനെയുണ്ടെന്നൊക്കെ പറയണേ, പുതിയ ചുരിദാറാണേ. ചുരിദാർ അടിപൊളിയാണ്, പറയണ്ടേ, അടിപൊളിയാണ്. കാരണം അതിന്റെ മുകളിൽ കൂടെ ആ റോപ്പ് പോണം, അത് ആ തലക്കിൽ പോയിട്ട് ഇറങ്ങാം. സൈക്കിൾ റോപ്പാണത്, അതിൽ ചവിട്ടി പോണം. മെനക്കേട് നമുക്കാണ്, പൈസ കൊടുത്തിട്ട് പൈസ കൊടുക്കുക, നമ്മൾ കൊടുക്കാൻ, എന്നിട്ട് നമ്മൾ ചവിട്ടുക. പക്ഷെ ഭയങ്കര രസമായിരിക്കും കേട്ടോ, ഒരു വൈബായിരിക്കും. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കയറേണ്ടതെന്ന് പറഞ്ഞത്. മോളെ അത്യാവശ്യം സാധനത്തിലൊക്കെ വലിഞ്ഞ് കയറുന്നതാണ്. പക്ഷെ ഞാൻ പിന്നെ പ്രത്യേകിച്ചും പറഞ്ഞ് ടൈം ഉണ്ടാവില്ല, കാരണം ഇവിടെ സമയം പോയി കഴിഞ്ഞാൽ മുന്നേ നമുക്ക് അവിടെ കയറാനൊന്നും കഴിയില്ലേ. അപ്പോൾ അവിടെയും കുറേ ടൈം പോയില്ല. ഞങ്ങളെ വണ്ടി താഴത്ത് കിടക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് താഴത്താണല്ലോ വണ്ടി. അപ്പം തന്നെ ഓള് മൊത്തം ഞാനൊന്ന് കറങ്ങി വരാം, ഞങ്ങൾ വീഡിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ കൂടെ ഒക്കെ തേയിലേൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ കുറേ വീഡിയോകളൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ കാര്യമായിട്ട് എടുത്തിട്ട് ഞങ്ങൾ ലോക്കൽ ഫോണിൽ കഴിയുമ്പോലൊക്കെ ഫോട്ടോ എടുത്തിട്ട്. ഇതൊക്കെ എന്ത് പൂപ്പൊലി എത്തുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിലൊക്കെ ഫേമസ് ആയ ഒരാളെ. ഇത് കട്ട് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് അത് ആരാന്ന് മനസ്സിലാവും. അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല തമ്പിനേല്. അതിൽ അവിടെ മൂപ്പനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അവിടെ എത്തട്ടെ, അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. വീഡിയോ ഇപ്പോൾ കാണാം, എല്ലാവരും കണ്ടു നോക്കി എങ്ങനെ ഉണ്ട് നോക്കി. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അവിടെ ഒരു മരക്കുറ്റിൻ്റെ മുകളിലൊക്കെ രതീഷിന്റെ ചക്കൻ കയറി നിൽക്കുന്നൊക്കെയാ, കണ്ണാട വെക്കണ്. ഞാനൊക്കെ കണ്ണാടൊക്കെ വെച്ചല്ല ഫോട്ടോ ചെറുക്കൻ നിൽക്കുന്നൊക്കെയാ. ഓന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ റെങ്ക് കൂട്ടി നിൽക്കാണ് എല്ലാരും. അതിന്റെ മുകളിൽ എന്തോ നട്ട് വെച്ചിരുന്നു, അതെന്താ സാധനം ആർക്കറിയാം, അമ്മക്ക് അതൊന്നും അറിയില്ല. എന്തോ എനിക്ക് തോന്നുന്നത് തേയിലല്ല, വേറെന്തോ സാധനമാണ്. എനിക്ക് തോന്നുന്നത് നീ പൂവെങ്ങാനാണോന്ന് അറിയില്ല കേട്ടോ, എന്തിൻ്റെന്ന് അറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. ഒരുവിധം അവിടുന്ന് ഫോട്ടോഷൂട്ട് ഫുള്ള് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പതുക്കെ മോളിക്ക് ഞങ്ങൾ കയറി നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും വീഡിയോസിലൊന്നും കുറേ ചേർത്തിട്ടില്ല. ഞങ്ങള് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു, ഇറങ്ങി. തണുപ്പുണ്ട്, പിന്നെ സമയത്തിന്റെ പ്രശ്നമൊക്കെ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ. അതെന്താ വെച്ചാല് അവിടെ നമ്മൾ സമയം കളഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്നവരും ബ്ലോക്ക് ഉണ്ടോന്ന് അറിയില്ല, ഒന്നും അറിയില്ലല്ലോ. അപ്പം ഡ്രൈവറും പറയുന്നുണ്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുടുങ്ങിപ്പോകും. രാവിലെ എന്ന് പറഞ്ഞിട്ടല്ല, കണ്ടമാനം വണ്ടികളുണ്ട്. അപ്പോൾ പിന്നെ ബ്ലോക്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അത് വിചാരിച്ചിട്ട് വണ്ടികൾ ഫുള്ള് അങ്ങോട്ടാണ്. പോയ വഴിക്ക് ഞങ്ങളെ നാട്ടിലുള്ളൊരു വണ്ടിക്കാരുണ്ടായിരുന്നു, ഓനൊരു വലിയ ബസ്സിന് ഫുള്ള് ആളായിട്ട് അങ്ങോട്ട് പോയിന്. പിന്നെ ഓനെ ഞാൻ മോളിൽ നിന്നാണ് കണ്ടത്, അവിടുന്ന് കണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ആരെങ്കിലും അറിയണുണ്ടാവുമല്ലോ. നമ്മളെ സുഹൃത്താണ്, സുബ്ബൻ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഉള്ള നമ്മളെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ ഓലൊക്കെ ട്രിപ്പായിട്ട് പോകുന്ന. അങ്ങനെ ഞങ്ങൾ പൂപ്പലിക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പാർക്കിങ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ നടക്കാണ്ട്. പക്ഷെ അവിടേക്ക് എത്തിയപ്പോഴേക്കും നല്ല വെയിലായിട്ടോ, നല്ല വെയിലാ. എൻ്റെ പുറത്തെന്തൊരു കുട്ടി ബാഗൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അച്ചുമോൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടിട്ടേ. അച്ചുമോൾ എൻ്റെ കയ്യിലാണ്, ഞാൻ കയ്യിൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. വെള്ളം കൊടുക്കാൻ അന്നേരം തന്നെ വലിയ മോള് ചെറിയ തരികട അടിയോള് പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ട് പറഞ്ഞിട്ട് കുട്ടീനെ എടുക്കാൻ പഠിച്ചിട്ടേ. പിന്നെ ഞങ്ങള് പൂപ്പലിയിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് എടുക്കണം ആദ്യം. ഒരാൾക്ക് 60 രൂപ, വലിയ ആൾക്കാർക്ക്, ചെറിയ കുട്ടികൾക്ക് 30 രൂപ. ചെറുതെന്ന് പറഞ്ഞാൽ 15 വയസ്സിന്റെ ഉള്ളിലുള്ള മൊബൈലില് കാണുന്ന അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പൂക്കള് നല്ല പൂക്കളുണ്ട്. ഇത് എൻട്രി കേട്ടോ, ഫസ്റ്റ് കയറുന്ന എൻട്രി തന്നെ. അവിടെയാണ് തിരക്ക്, ഫോട്ടോ എടുക്കാനുള്ള ഗ്രൂപ്പ് ഫോട്ടോ. ഞങ്ങളൊക്കെ പൂപ്പൊലിന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് എത്ര നേരം നിന്നിട്ടുണ്ട്. അപ്പൊക്ക് വേറെ ആൾക്കാർ വരിക നിൽക്കുക, ഞങ്ങൾക്കൊക്കെ പാടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടേ. ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പ് ഫോട്ടോ ഞങ്ങൾ എടുത്ത് ലാസ്റ്റ് പിന്നെ ഞങ്ങൾ പോരാൻ നേരത്തെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ, കാരണം അല്ലാത്ത ടൈം എടുക്കാൻ കഴിയുന്നില്ല, പെരും തിരക്കാണ്. വെയിലൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല.
ഇവിടെ എത്തിയപ്പോ നല്ല വെയിലല്ലേ? ഫോട്ടോസ് നല്ല വെയിലുണ്ട്, അത്യാവശ്യം വെയിൽ കൊണ്ടുണ്ട്. പൂക്കൾ കണ്ടൊരു അടിപൊളിയല്ലേ എന്തായാലും ആ മല്ലിക അങ്ങനത്തെ സൂര്യകാന്തി അങ്ങനത്തെ നോക്കിയ മുകളിലൊക്കെ പിന്നെ അവിടെ എത്തിയപ്പോ നല്ല വൈബാട്ടോ. പാട്ടൊക്കെ ഇട്ടി നല്ല പാട്ടുണ്ട് ഇങ്ങനല്ലേ, ആൾക്കാരെ നല്ലൊരു ഒരു വൈബായിരിക്കും. അതിലിടയ്ക്ക് അവിടെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ കേട്ടു, ഒരാളെ കാണാനല്ലേ തെരഞ്ഞിട്ട് പിന്നെ അവിടെ മെയിൻ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വേറെ രസമുണ്ട്, പൂ പറിക്കുന്ന ആൾക്കാർ 500 രൂപ. അപ്പൊ ഞങ്ങളെ കൂടെ ഉള്ള ഒരാളായിരുന്നു ഒന്നാണ് പറിക്കാൻ വെക്കായിരുന്നു. അതല്ല രസം. രതീഷ് പറഞ്ഞിരുന്നു അതിന്റെ ഇടയ്ക്ക് പൂവ് 500 രൂപയല്ലേ, നമുക്കൊരു ചട്ടി തന്നെ എടുക്കാന്ന് പറഞ്ഞു. 500 റുപ്യക്ക് നല്ലൊരു ചട്ടിയൊക്കെ എടുക്കാന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാരും വീഡിയോസും ഫോട്ടോസും തന്നെ അല്ലേ, ആരും തമ്മ് നോക്കാനൊന്നും നേരല്ല. ഫുള്ള് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ പോകുന്ന വഴിക്കുന്ന പൂമ്പാറ്റനൊക്കെ ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സിമെന്റിൽ ഉണ്ടാക്കിയ വന്നാൽ ഒരു കുതിരേനൊക്കെ ഉണ്ടാക്കി അതിനെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് പെയിന്റ് അടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പൂക്കളൊക്കെ എന്താ ഡയറക്റ്റ് കാണുമ്പോൾ ഫോണിൽ കാണുമ്പോൾ എന്താ അതിന്റെ ഭംഗിയെന്നറിയോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ മയിലുണ്ടല്ലോ, ഈ മയിലിനൊരു പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഞങ്ങൾക്ക് അതിലെ പോകണമായിരുന്നു, പക്ഷെ ഒരുപാട് നടന്നു പോകാൻ മടിയായിരുന്നു, അങ്ങോട്ട് പോയില്ല. ആ മയിലിനൊരു പ്രത്യേകത ഉണ്ട്. ആ മയിലിനെ ഇത് ശ്രദ്ധിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. മയിലിന് ഒരു വേറെ പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ അടിയിലേക്ക് എത്തുമ്പോഴാണ്. ഈ പൂവൊക്കെ ഉണ്ടല്ലോ മക്കളെ, ഇത് ഡയറക്റ്റ് കാണണം. എന്താണെന്നറിയോ, വെയിൽ എന്ന് പറഞ്ഞാൽ പൊള്ളണ വെയിലാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആസ്വദിക്കന്നെ വേണം. അതിലേക്ക് നോക്കി ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട്. നമുക്ക് പിന്നെ എങ്ങനെയാണ് നടന്നിങ്ങനെ പോവാം, മക്കളെടുത്ത് പോകും വേണം. അവിടെ പിന്നെ ഐസ്ക്രീം അങ്ങനത്തെ കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് പോയതൊക്കെ ഓരോന്നും അങ്ങനെ വാങ്ങി തിന്നുന്നുണ്ട്. പക്ഷെ വാങ്ങിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് വാങ്ങി കഴിക്കുന്നത് ശരിയല്ലല്ലോ, എല്ലാവർക്കും വാങ്ങി കൊടുക്കണ്ടേ. അപ്പൊ കുറച്ചൊക്കെ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഐസ്ക്രീമായിട്ടും അതും ഇതായിട്ടൊക്കെ. അതല്ല, അത് ശരിയാണ്. അല്ല, എല്ലാരും എല്ലാ ആക്ടിവിറ്റീസിലും അങ്ങനെ പോവാണ്, ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിന്. കുട്ടികൾക്ക് നമ്മള് വേർതിരിവ് കാട്ടാൻ പാടില്ലല്ലോ. അത് ശരിയാണ്. അപ്പൊ അങ്ങനെ അത് ശരിയാണ്. പിന്നെ തണുപ്പല്ലേ, നമുക്ക് അവിടുത്തെ കാലാവസ്ഥ വലിയൊരു ഇത് പറ്റൂലല്ലോ. ജലദോഷം നോക്കിപ്പോ അവിടുന്ന് വന്നേരം സൗണ്ട് തന്നെയല്ല. അത് ശരിയാട്ടോ, അവിടുന്ന് വന്നേരം വേറൊരു ഡോക്ടർ ജലദോഷം ഉണ്ടായിരുന്നു ആദ്യം, അതിൽ കൂടെയാണ് പോയത്. പിന്നെ ഇവിടെ വന്നപ്പോ ഇതാണ് ഈ പൂവുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ മയിലിന്റെ വാലാണ് ആ പൂവ് ആ ഗ്രൗണ്ടിലേക്ക് വന്നത്. അത് ശ്രദ്ധിച്ചില്ല, ഞാൻ പറയാൻ മറന്നുപോയത് എൻ്റെ അടുത്ത്. ആ മയിലിൻ്റെ വാലുണ്ട്, അത് ഞാൻ ഇനി തിരിച്ചു വരുമ്പോൾ കാട്ടിത്തരാം. അതൊരു പ്രത്യേക ബൈബിള് പോലെ ആ പൂ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ക്രിയേറ്റിവിറ്റി ഒന്നും പറയല്ല കേട്ടോ. പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിലൊന്നും അത് ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല മക്കളെ. ഇത് എനിക്കൊന്നും നല്ല പോയാലുണ്ടല്ലോ. പക്ഷെ നല്ല ടൈം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇവർ ഈ സെറ്റ് ചെയ്തെടുക്കാനേ. ഒരു പൂവിനെ ആണെങ്കിലും ഒരു ചെറിയൊരു കുറ്റിച്ചെടിയൊക്കെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു ലുക്കിൽ കൊണ്ടുവരാനേ നല്ല വെട്ടിയതുണ്ടല്ലോ അവിടെ പോണ വയ്ക്കല്, നമ്മള് പോണ വയ്ക്കല്. പക്ഷെ ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ, ഒന്നും പറയല്ല. അത് ആ മയിലുണ്ടോ, ആ മയിലിന്റെ ചിറകാണിത് ആ ഫുള്ള്. ഇത് ശരിക്കും ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും. ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ പ്രത്യേക വൈബാട്ടോ. ഈ എങ്ങനെ വരുത്, ഇതിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് രാത്രി പോകുമ്പോഴാവും അടിപൊളി. എനിക്ക് തോന്നുന്നത് വൈകുന്നേരം ആയിരിക്കും ഭയങ്കര 3 മണി 4 മണിയൊക്കെ ആകുമ്പോ എത്തണല്ലേ. എന്നാ പിന്നെ നമുക്ക് വെയിലില്ലാതെ നല്ല സുഖത്തിൽ പോവാം. എന്താ രസം വെയില്. ഇതിലൊക്കെ ഉള്ള ചെടികൾ കണ്ടാ പറിച്ചു പോകും. കാരണം പക്ഷെ വെയിലുണ്ടെങ്കിലും നമുക്ക് അത്ര ചൂടറിയണില്ല അല്ലേ. ഇല്ലല്ല, ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇവിടെ എവിടെയാണെങ്കിൽ വെള്ളം കുടിച്ച് നമുക്ക് മതിയാവും. അത് ശരിയാട്ടോ. വെള്ളം ഞങ്ങൾ കൊണ്ടുപോയിട്ട് കുപ്പിയിൽ കൊണ്ടുപോയിട്ട് വല്ലാതെ ഒന്നും ചിലവായിട്ടില്ല. ഞങ്ങൾ എവിടെ പോവാണെങ്കിലും ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കുന്ന. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പോയപ്പോ വലിയൊരു വെള്ളത്തിന് ദാഹിച്ചില്ല. തണുപ്പ് നല്ല ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങാൻ അങ്ങനെ. അത് പോണ വഴിക്കാം, നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല, നമ്മളവിടെ എത്തുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കലാണ് തകൃതിയായിട്ട് നടക്കുന്നത്. പരിപാടികൾ അങ്ങനെ ഫോട്ടോ എടുക്കൽ നല്ലോണം നടക്കുന്നുണ്ട്. കാരണം ഈ ഭാഗത്തൊക്കെ നല്ല പ്രത്യേക സൈസ് ഓരോ ഏരിയയിലും ഓരോ വെറൈറ്റി പൂക്കളാട്ടോ, ഒന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ പൂക്കൾ കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ ആ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ചെറിയ നമ്മൾ ചിലപ്പോൾ നാട്ടിൽ കിട്ടുന്ന പൂക്കളൊക്കെ ഉണ്ട്, ആ പൂവൊക്കെ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെ ഒരു പരുന്തുണ്ട്, വയലിൻ്റെ ആ കയറി പോണ അങ്ങ് ദൂരെ, അവിടെ എത്തിയിട്ടില്ല നമ്മൾ, അവിടെ എത്തുന്നുള്ളൂ. അപ്പൊ തന്നെ ഈ പൂക്കളൊന്നും വലിയൊരു ചെറിയ പൂക്കളാണ്. അച്ചുമോളയും പിടിക്കണം, ബാഗും പിടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഓള് കുറേയൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട്.
മറ്റോളാണെങ്കിൽ കുറേ അച്ചുമോൾ എടുക്കുമ്പോൾ ഇനി പപ്പ എടുക്കുന്ന എൻ്റെ കയ്യിലേക്ക് പതുക്കെ ഭയങ്കര ക്ഷീണം. അവള് ഭയങ്കര തട്ടിപ്പാണ്. പിന്നെ ഐസ്ക്രീം കാണുമ്പോൾ പറയും അത് ഐസ്ക്രീം തിന്നാ അപ്പൊ കുഴപ്പമില്ല എന്ന് പറയും. കുറേ തട്ടിപ്പുകൾ എടുക്കും കുട്ടീനെ പിടിക്കാൻ പഠിച്ചിട്ട്. ഇതാണ് പോപ്പിലിന്റെ ഇതല്ലേ പറഞ്ഞത്. ഇത് ഞാനടുത്ത വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോക്ക് അതിന് മാത്രമുള്ള വ്യൂസൊക്കെ കാണാനുണ്ടാവും. നമ്മളൊക്കെ ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ട് വീഡിയോന്റെ പൂപ്പുലിന്റെ അതിന് ആ വീഡിയോ കുറച്ച് വൈഡാക്കി പിടിക്കണ്ടേ. ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ഇതൊക്കെ എടുത്ത് നടക്കല്ലേ. അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ പിടിക്കാൻ പറ്റുമല്ലോ, ഒഴിഞ്ഞ സ്ഥലമല്ലല്ലോ, ഒരുപാട് ആൾക്കാർ വരുന്നല്ലേ. അപ്പോൾ കുറേയൊക്കെ ആൾക്കാർ മാക്സിമം ഒഴിവാക്കി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. സൂര്യകാന്തിയൊക്കെ അങ്ങോട്ട് വിരിഞ്ഞ് വരുന്നുള്ളൂ. കുറേയൊക്കെ അല്ല കുറേയൊക്കെ വിരിഞ്ഞുണ്ട്. ഒരു കൂട്ടാണ് അല്ലേ മൊത്തം. ആ ഏരിയ മൊത്തം ഒരു സൂര്യകാന്തിൻ്റെ ഒരു കൂട്ടാണ്. മനു അവിടെ ഇങ്ങനെ നിന്ന് കറങ്ങുന്നുണ്ട്. നമ്മളൊപ്പം വന്ന ഏട്ടനാവ് അവിടെ നിന്നുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കുന്ന തകർബി പരിപാടി. എല്ലാവരും ഫോട്ടോ വീഡിയോ ഇത് തന്നെ. ആർക്കും ആരും നോക്കാൻ നേരെ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ എന്താ ചെയ്യുക, കയറുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കയറും. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഒക്കെ അങ്ങോട്ട് പിരിഞ്ഞു പോകും. പിന്നെ കറങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫോൺ വിളിയാണ്. അപ്പം എല്ലാവരും ഒരു സ്ഥലത്തേക്ക് എത്തുക ചെയ്യാം. ഒരാളെ കാത്തുനിന്നാലും നമുക്ക് ടൈം ഉണ്ടാവില്ല കാണാൻ. പിന്നെ ഞാൻ സ്വന്തം ഒന്ന് സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്. അല്ല കുറേ ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. ഈ പൂവ് ശ്രദ്ധിച്ചു നല്ലൊരു തൂങ്ങി കിടക്കുക, നല്ല രസമുണ്ട്. നല്ലൊരു പ്രത്യേക ഒരു സൈസ് പൂവ്. ഞാനതാണ് ഇങ്ങനെ നോക്കിയത്. പിന്നെ ഈ താഴത്തുള്ള പൂവാണ് എനിക്കൊരു ഐഡിയ കിട്ടത്. ഞാൻ പല സ്ഥലത്തും കണ്ടു. ഇതൊന്നും ഞാനെന്നാ ഊട്ടിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഈ താഴത്തുള്ള പൂക്കൾ അത് ഈ ഭാഗത്തൊന്നും വല്ലാതില്ല. ഇവിടെയൊക്കെ കുറച്ചുള്ളൂ, കുറച്ച് ഈച്ച പൂക്കളുള്ളൂ. ഞങ്ങൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത അവിടെ ഒന്നും വല്ല കാര്യമായിട്ടൊന്നും കാണാനില്ല. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ നീല ഒരു ചെടിന്റെ നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ആ ചെടിയോ ഒരു മരടി അത് വീട്ടിലൊക്കെ ഉണ്ട്. ആണോ? പക്ഷെ നല്ല ഭംഗിയായിട്ട് അത് കാണാൻ. ഇതൊക്കെ ഒരു പ്രത്യേക സൈസ് പൂക്കൾ വരുന്ന കടലാസിന്റെ പൂവാന്ന് വിചാരിക്കട്ടെ. പെട്ടെന്ന് റോസൊക്കെ എന്താ അടിപൊളി. പക്ഷെ ഫോണിൽ കാണുമ്പോൾ നേരിട്ട് കാണാനാ ഭംഗി. എന്താ അതിന്റെ ഒരു ലുക്ക് എന്നറിയാം. ആ പൂക്കളൊക്കെ ഞങ്ങളെ അതിനിടയ്ക്ക് സെൽഫി ഒക്കെ ആയിട്ട് ക്യാമറ മാറ്റിയോ. അച്ചുമോള് ഫുൾ വൈബിലാട്ടോ. അച്ചുമോള് ഇങ്ങനെ സുഖാണല്ലോ. അച്ചുമോളെ എല്ലാവരുടെ അടുത്തേക്കും പോകണ്ട കേട്ടോ. അതുകൊണ്ട് അതിലാണ് ഇതാണ് നമ്മുടെ മൂപ്പനെ കണ്ട്. നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവില്ല വീഡിയോ. മൂപ്പന്റെ വീഡിയോ കാണാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ ആണ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് സെറ്റ് ഒന്ന് ഹാങ് ആയി. എൻ്റെ വീഡിയോ കിട്ടിയില്ല അമ്പ് ചെയ്തതിൻ്റെ. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. 10 രൂപ കൊടുത്ത 3 അമ്പലേ. അങ്ങനെയാണ്. അത് മൂപ്പനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവിടെ ഉണ്ടാവുന്നു. കാരണം മൂപ്പരെ വീഡിയോ ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ സിനിമയിലും ഇതിലൊക്കെ ഇങ്ങനെ കാണുമ്പോ അല്ല മൂപ്പന്റെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം മൂപ്പര് കൂടുതൽ ഷർട്ട് ഇടാതെയാണ് ഞാൻ കണ്ടിട്ടില്ല ഓരോ വീഡിയോ. ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടേ. അറിയാതെ നിൽക്കില്ല. കാരണം ഒരുപാട് പഴയ കാര്യങ്ങള്, പഴയ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയുന്നതാണ്. കാരണം ആദ്യം എങ്ങനെ മനുഷ്യൻ ഭക്ഷണം കഴിച്ചതും ആദ്യത്തെ ജീവിതശൈലികളൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. വേറൊരു യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. അതാണ് എനിക്ക് പെട്ടെന്ന് ഒറ്റടിക്ക് കണ്ടപ്പോൾ തന്നെ. ഞാൻ കണ്ടിട്ടില്ല, എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മളെ ഡ്രൈവറും വന്നിട്ട് പറഞ്ഞല്ലോ അല്ല ഒരുപാട് ആൾക്കാർ മൂപ്പൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ മൂപ്പൻ നല്ല എല്ലാ കാര്യങ്ങളും നമ്മളവിടെ 5 മിനിറ്റ് വരെ നിന്നപ്പോൾ തന്നെ പറഞ്ഞു തന്നായിരുന്നു. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നമുക്ക് നിന്ന് തന്നു. മൂപ്പൻ പറഞ്ഞ് അവിടെ ആദ്യം ഉപയോഗിച്ചുകൊണ്ട് നിന്ന് അമ്പും ബില്ലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നിന്ന് കൈ പിടിച്ച് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന്. അത് അതിൻ്റെ ഇടയ്ക്ക് ആരോ എന്നെ തോണ്ടിയതാ. ഓരോ കുട്ടികൾ അമ്പും ബില്ലൊക്കെ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ മൂപ്പ അങ്ങനെ തമാശക്ക് കയറി കൈവന്തിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ പിടിച്ച് വിടുന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളൊക്കെ എല്ലാവരും ഏകദേശം വരുന്നവരൊക്കെ സാമ്പിൾ നോക്കുന്നുണ്ട്. അല്ല അത് ശരിയാണ്. ഞാൻ ആ വീഡിയോ അവിടെ എത്തിപ്പെടി ഞാൻ എന്താ പറ്റിയെന്നറിയില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം അത് വീഡിയോ കിട്ടിയില്ല. അത് വീഡിയോ ഞാൻ സേവ് ആയി വിചാരിച്ചേ. അതെ ഇതൊക്കെയാണ് മൂപ്പന് നമ്മൾ ഫോട്ടോ എടുത്ത ആ ടൈമിൽ ഉണ്ടായിരുന്നു. ആദ്യം ഓല് ഉപയോഗിച്ചോണ്ടിരുന്ന അമ്പും ബില്ലൊക്കെ മൂപ്പന് ഞങ്ങൾക്ക് കുറെ ഫോട്ടോസ് മൂപ്പന്റെ ആകെ കാട്ടി തരുന്നുണ്ട്. മൂപ്പന് പൈസ കൊടുത്തേക്കാണ് ഞങ്ങൾ അമ്പും ചെയ്ത്. ആ സീനാണ് ഞങ്ങൾക്ക് കിട്ടാതെ പോയത്. അവിടെ എത്തിയപ്പോൾ എന്തോ സെറ്റിന് ഹാങ് ആകുക, സേവ് ചെയ്യാൻ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റീന് അവിടെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ മൂപ്പൻ ചോദിക്കാണ് ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ച്.
ഒന്നിന് 10 രൂപ കേട്ടോ മൂപ്പന്. അതൊരു മൂപ്പൻ്റെ ഒരു ജീവിത മാർഗ്ഗമാണ്. അത് സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ജാടയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരു നല്ലത്. അതെ, മൂപ്പന് എല്ലാവിധ പച്ചമരുന്ന് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ ആൽബല്ല എന്തൊക്കെയോ അവാർഡുകളും കിട്ടിയ പിന്നെ മൂപ്പന്നെ അവാർഡ് കിട്ടിയതിൻ്റെയും പിന്നെ ഓരോ ആൾക്കാർ കയ്യിൽ നിന്ന് മൊമെൻ്റോ ഒക്കെ മേടിച്ചതിൻ്റെയൊക്കെ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോസിൻ്റെ ഒരു വീഡിയോസിൻ്റെ ഷോട്ട് എല്ലാവരും ഫോട്ടോ എടുത്തായിരുന്നു. അത് അതിൽ കയറ്റിയതാണ്. ഇത് മൂപ്പൻ ഓരോ ആൾക്കാരോട് ഇത് മേടിച്ചതാട്ടോ. അവാർഡുകളൊക്കെ മേടിച്ചത് വലിയ ആൾ തന്നെയാണ്. കാരണം ഒരുപാട് അറിവുണ്ട് മൂപ്പർക്ക്. കാട്ടിലൊക്കെ ജീവിച്ച് ഒരുപാട് തരണം ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂപ്പനെ അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും, ചുരുക്കമായിരിക്കും. വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരലുണ്ട് മൂപ്പൻ്റെ അടുത്തേക്ക്. അതിൻ്റെയൊക്കെ ഫോട്ടോസുകളൊക്കെ മൂപ്പനെ എടുത്ത് വെച്ചതിൻ്റെയൊക്കെ അച്ഛൻ്റെ വീഡിയോ. ഇത് അച്ഛനാണ് മൂപ്പന്. കളർ ഫോട്ടോസ് ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. അത് പുറത്തുനിന്ന് ഏതോ വിദേശി വന്ന് എടുത്ത ഫോട്ടോ ആണെന്ന് പറഞ്ഞു. എത്രയോ കൊല്ലം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. വീട്ടിലും ആൾക്കാരൊക്കെ വരലുണ്ട്, ഫോട്ടോ എടുക്കുമൊക്കെ പറഞ്ഞു. ഇതൊക്കെ കളർ ഫോട്ടോ ആണ്. ഇതൊന്നും അന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതൊക്കെ ഒരുപാട് പഴക്കമുണ്ട്. മൂപ്പരെ അച്ഛൻ്റെ ഫോട്ടോസുകളൊക്കെയാണ്. പിന്നെ ഒരു പേരക്കുട്ടിയുണ്ട്, മിലിറ്ററിയിലാണ്. എവിടെയൊരു സ്ഥലം പറഞ്ഞു, പുറത്താണെന്ന് പറഞ്ഞ ഒരു പേരക്കുട്ടിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തന്ന്. പിന്നെ മൂപ്പരെ ഫാമിലി ചാമുണ്ടിയിൽ എവിടെ പോയപ്പോഴത്തെ ഫോട്ടോ ആണ്. മൂപ്പരെ ഫാമിലിയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് അറിവുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചായിരുന്നു. പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. പുള്ളി ഒരു അറിയപ്പെടുന്ന ആളും കൂടെ ആയതുകൊണ്ട് എല്ലാവരും വന്ന് പുള്ളീൻ്റെ അടുത്തുനിന്ന് വന്ന് പുള്ളിക്കൊരു ചെറിയ ജീവിതമാർഗ്ഗമായിട്ട് എല്ലാവരും എല്ലാം ചെയ്തു കൊടുക്കും. പാർക്കിലൊക്കെ കയറാൻ പോവാണ് ഞങ്ങള്. പാർക്കിലേക്കുള്ള യാത്രയാണ് നമ്മൾ. ഇവിടെ അല്ലേ ജി പറഞ്ഞ വയലിൻ ഉണ്ടെന്ന് പറഞ്ഞ അതാണ്. സൗണ്ട് നമുക്ക് അറിയുന്നുണ്ട്, രണ്ടും പറയാം, കുഴപ്പമില്ല. ഇത് ഗിറ്റാറായിട്ട് നമുക്ക് കൂട്ടാം. അല്ല വയലിനാ ശരിയാ. വയലിനായിട്ട് കൂട്ടി. വയലിനായിട്ട് കൂട്ടി. ഗിറ്റാർ വേറെയാണ്, വയലിനാണ്. അവിടെ ഒരു കാളവണ്ടിയിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പൂക്കളൊക്കെ. പിന്നെ ഇവിടെ അധികമൊന്നുമില്ല. കുറെ കരിങ്കോഴി, കുറെ പ്രാവുകള്, അങ്ങനെയുള്ളു. അത് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാലോ വിചാരിച്ചിട്ട്. അവിടെ ഒരു എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടുത്തണമല്ലോ വിചാരിച്ചിട്ട് അവിടെ ഉള്ള പിന്നെ ഇതിലൊരു വെറൈറ്റി കോഴി ഉണ്ട്. അതിന്റെ പേരൊന്നും നോക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ അവിടെ വെറൈറ്റി കുറെ പക്ഷികളൊക്കെ ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷികളൊക്കെ ആകെ തന്നെ ഉള്ളൂ കാര്യമായിട്ട്. കണ്ടുപോകണുള്ളൂ. കാരണം അതിന് മാത്രമുള്ള ഇതൊന്നും. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങാന് അങ്ങനെ അത് കുറെ ഒന്നും പറയാലോ. അടിപൊളി ഒരുപാടുണ്ട് അവിടെ. കുറെ സ്ഥലങ്ങൾ കാണാനുള്ളതൊക്കെ കുറച്ച് അപ്പുറത്താണ്. വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ. ഇതിലൊരു കോഴിയാണോ എന്താണെന്നറിയില്ല. ഈ ഓടുന്ന സാധനം എന്താന്ന് ഒരു പിടിയും കിട്ടില്ല. കോഴി തന്നെ ഇവിടെ കോഴി തന്നെ പല ഐറ്റം കോഴി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ട കോഴികളുണ്ട്, നല്ല വില കൂടിയ കോഴികൾ. പിന്നെ പ്രാവുകൾ. ഇത് പിന്നെ അച്ചുമോളെ ഇത് കയറ്റാൻ വിചാരിച്ചു. പക്ഷെ അതിന് മക്കൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരികയാണ്. ഓരോ അല്ല വീഴുന്നല്ല. അതും വേറെ കാര്യം. ഞാൻ കയറ്റണ്ടെന്ന് പറയാൻ നിൽക്കുകയായിരുന്നു. അവിടെ കുട്ടികൾ കയറി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കുറെ നോക്കുന്നുണ്ട്. അപ്പൊ ആ താത്ത വന്ന് നോക്കുന്നുണ്ട് അതിനെ. പറഞ്ഞ പോലെ വീഴും തീവണ്ടിയൊക്കെ ഉണ്ടല്ലേ. ഓടൂല കേട്ടോ പൊന്നാര മക്കളെ. അത് ഭയങ്കര രസം. പെണ്ണുങ്ങള് പറയണേ, പറയാ വേഗം ചെന്നിട്ട് നമുക്കിതിൽ ടിക്കറ്റ് എടുത്ത് കയറിയല്ലേ. ടിക്കറ്റ് എടുത്ത് കയറാൻ കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്നാൽ മതി പറഞ്ഞു. കയറി വെക്കുമ്പോൾ എന്താ വെറുതെ മറ്റേ സാധാ ഫ്ലൈവുഡ് കൊണ്ട് അടിച്ച് 2 ചക്രം മരത്തിന് ഉണ്ടാക്കിയോടെ. പക്ഷെ ഫോട്ടോ എടുത്തു ഞങ്ങൾ അവിടുന്ന്. അതിനുള്ള തന്നെയാണ് ഫോട്ടോ പ്ലേസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇനി അടുത്ത് പോണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞില്ല കുറച്ച് പർച്ചേസ് ചെയ്യാനുള്ള സംഗതികൾ, ഒരുപാട് സംഗതികളുണ്ട്. ഞങ്ങൾ ഡ്രൈവറാണെങ്കിൽ പുകയിട്ട് നടക്കുക, വെയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അവൻ മൊത്തത്തിൽ ഓൾറൗണ്ട് കറങ്ങണം. അവനെ ആരോടൊക്കെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുക. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു ഇതാണ്, എന്താ പറയുക, കണ്ണിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ 3D പോലെ അതിൻ്റെ സെറ്റപ്പുകളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറയണ്ടെങ്കിൽ പൂക്കൾ തൊട്ടിട്ട് എന്ത് സാധനം വേണമെങ്കിലും എല്ലതും ഉണ്ട്. എല്ലാ പൂക്കളും വിത്ത് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് പൂവിൻ്റെ വിത്തുകൾ ഇവിടെ കിട്ടും. വിത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസ് അവിടെ ഏതൊക്കെ പൂക്കൾ നട്ടണോ അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ തേന് അങ്ങനെ
അങ്ങനെ കണ്ണ് കണ്ടല്ലേ പല ഇത് കിഴങ്ങെന്നൊക്കെ പറഞ്ഞതല്ലേ കാച്ചിലും ചേമ്പൊക്കെ ഇരിക്കുന്ന വിചാരിക്കും, പക്ഷെ അതല്ല മക്കളെ, എല്ലാ പൂവിന്റെയും വിത്തുകളാണിത്. അതെ അതെ, ഞാനത് ആകെ അന്തം വിട്ടു. ഞാനും വിചാരിച്ചു കാച്ചിൽ. അത്യാവശ്യം നടക്കാണ്ടിട്ടോ ഇങ്ങനെ ഓ ഇത് ഒരു കുറച്ച് ഭാഗമൊന്നുമല്ല, നല്ലൊരു ഏരിയ പോർഷൻ ഫുള്ള് ഇത് തന്നെയാണ്. നെല്ലുകൾ ഒരു ഐറ്റം എന്നല്ല, ഒരു പാട്ട് ഐറ്റം നെല്ലുകളുണ്ട്. ഒരു 100 ചില്ലാനം നെല്ലുകൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഫുള്ള് വിത്തുകൾ. പിന്നെ തലമുടി ഓരോ ആൾക്കാർ ചെടീന്റെ വിത്ത് വാങ്ങുന്നുണ്ട്, ചെടി വാങ്ങുന്നുണ്ട്, ഒരുപാട് പലതും വാങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയാ, ഇതൊന്നും പറയല്ല കേട്ടോ, പണ്ടത്തെ നമ്മളെ മിഠായികള്. ഇതിൽ ഏതൊക്കെയോ ഞാനൊക്കെ സ്കൂൾ പോകുന്ന ടൈമിൽ തിന്നിട്ടുണ്ട് കേട്ടോ. ആ തിരുമിഠായി കണ്ടപ്പോ എന്തൊക്കെയോ ഓർമ്മ വന്നു. പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ പീടിയേക്കൊക്കെ പോകുമ്പോ കറക്കി ഇങ്ങനെ നടക്കണ പണിയാ. എത്ര മുട്ടായാലേ കുറേ ഉണ്ട്, പക്ഷെ അത് വീഡിയോ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഭയങ്കര തിരക്ക്. ചില ആൾക്കാർ മിഠായി വാങ്ങണുണ്ട്, അതിന്റെ തിരക്കുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി തിരക്കാണ്. ബേക്കിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നിറയെ മിഠായികള്, എന്തൊക്കെ ഐറ്റംസ് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ്. അല്ല ഇതൊക്കെ ഞാൻ തിന്നുന്നു. ഇതിലൊക്കെ ഒരുവിധമൊക്കെ തിരിക്കണ മിഠായിയൊക്കെ നമ്മള് തിന്നിട്ടുണ്ട്. തിരിക്കുന്ന ബിസ്ക്കറ്റ്, സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ മിഠായി, ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. മിഠായിന്റെ ഒരു കേന്ദ്രമാണ്. എനിക്ക് വാങ്ങിയാൽ മതിയായിരുന്നു, അതിന് അത്ര തോന്നിയില്ല, ഓടിയില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി. അത് കുറേ നടക്കാണ്ട്. ഞങ്ങൾ പിന്നെ അത്രയും വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ അവിടുന്ന് ഒരു കോട്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കോട്ട് പർച്ചേസ് ചെയ്ത്, പിന്നെ വേറെ പിന്നെ കുട്ടിക്ക് 2 തൊപ്പി, പിന്നെ ഒരു ബൊമ്മക്കുട്ടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി. പക്ഷേ ഈ വാങ്ങുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഇതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം മോള് അങ്ങോട്ട് മാറ്റില്ല, ഞങ്ങൾ പിന്നെ സാധനം നോക്കലും ഒക്കെ കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. നമ്മൾ അത്യാവശ്യം പൈസ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങൾ, അതുപോലെ പാത്രം, മിക്സീൻ്റെ മോഡൽ, പിന്നെ പല പല കമ്പനികൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്നൊക്കെ ഉണ്ട്. പിന്നെ യന്ത്രഊഞ്ഞാലിലൊക്കെ ഇവർ കയറുകയും ചെയ്തിട്ടോ. ഇവർ കുറേ നേരം മോളും പിന്നെ വൈഫൊക്കെ പറഞ്ഞ് നമുക്ക് കയറണം തന്നെ. അപ്പോൾ പിന്നെ ഓല കയറ്റി തള്ളി വിട്ടു, പെരുമ്പയിലും. അപ്പോൾ പിന്നെ ഞാൻ കയറിയപ്പോൾ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അച്ചുമോളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ ഞാനിങ്ങനെ കയറിയൊരു വീഡിയോ അങ്ങനെ എടുത്താണ്. ഇവരൊക്കെ പേരും ആർക്കലോട്ട് അതിൽ കയറി കുത്തിരുന്നാണ്ട്. കാരണം ആകെ പേടിച്ചിട്ട്. കാരണം ഇത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. സാധനം താഴത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതാണെന്ന് വിചാരിക്കും, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല കൊട്ടയുണ്ട് അതിൽ. കാരണം ചെറിയതാണെങ്കിൽ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. പിന്നെ അവിടെയൊക്കെ ഞങ്ങൾ പോയി കറങ്ങി അടിച്ച് പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടാനുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഫുൾ ഏകദേശം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. കാരണം അവിടെ ഒന്നും ഒറ്റ ഹോട്ടലിലും കയറിയിട്ട് കാര്യമില്ല. കാരണം ഹോട്ടൽ ഫുള്ളാണ്. ഒരു സ്ഥലത്ത് വണ്ടി നിർത്താൻ കഴിയില്ല. കാരണം ഹോട്ടലിൽ ആ ടൈം കറക്റ്റ് ഒരു 2 മണിയോട് അടുത്തായിന്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങാൻ വേണ്ടി ഒരുപാട് ടൈം പിടിച്ചു ഞങ്ങൾക്ക്. ഫുഡിങ്ങൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. അതിന് അപ്പുറത്തു കൂടെ മുകളിൽ കൂടെ കയറിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പിന്നെ ഭക്ഷണം കഴിക്കാം. പിന്നെ ഇവർക്ക് എല്ലാവരും പരിപാടി കഴിയാനാകുമ്പോൾ എങ്ങനെയായാലും പിന്നെ ഒരു കുഴക്കും ക്ഷീണമൊക്കെ അല്ലേ. പിന്നെ വിശപ്പ്, മക്കൾക്കൊക്കെ പിന്നെ കണ്ണ് കാണാതായി തുടങ്ങി. പിന്നെ വെള്ളം ചോദിക്കൽ തുടങ്ങി. കയറുമ്പോൾ എല്ലാവരും നല്ല ഉഷാറാവുമല്ലോ. പക്ഷെ അതിൽ കയറിയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. യന്ത്രഊഞ്ഞാലിലോ? എന്താ വെച്ചാൽ ഞാൻ എവിടെ പോകുമ്പോൾ ഛർദ്ദിക്കില്ല. അതിലിപ്പോൾ എന്താ പോയപ്പോൾ ഇങ്ങനെ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. അപ്പോൾ ഛർദ്ദിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ തോണിയിൽ കയറാൻ. അല്ലെങ്കിൽ ഞാൻ അതിൽ കയറും. തോണി കയറിയ കാര്യം കാരണം വലിയ തോണിയായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആ കുട്ടി അലറി വിളിക്കുക, അയ്യോ സ്വാമിയേ വിളിക്കണേക്കെ പറയുന്നുണ്ട്. മക്കളല്ലേ? അതെ. പക്ഷെ നമ്മളതിലൊക്കെ കയറുന്നതാണല്ലോ ടൂറൊക്കെ പോകുമ്പോൾ കയറാം. അതൊന്നും അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറലുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഉള്ളിലൊരു ഇതാണ് അല്ലേ. ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് എനിക്ക്. ഞാൻ കയറുകയാണെങ്കിൽ തോണീൻ്റെ നടുവിലിരിക്കുള്ളൂ. വേറെ കാര്യം. കാരണം എനിക്കിഷ്ടമില്ല. കാരണം തോണീൻ്റെ എൻഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പോയിരിക്കില്ല. കാരണം ഉള്ളിൽ കൂടെ ഇങ്ങനെ പൊന്നീച്ച ഉറക്കും. കാരണം ഒരു പേടിയാ. ചില ആൾക്കാർ കയറുമ്പോൾ കണ്ണ് തല താഴ്ത്തിയിരുന്ന പിന്നെ കഴിഞ്ഞിട്ട് കയറുമ്പോൾ നല്ല ഉത്സാഹമായിരിക്കും. പിന്നെ ഇറങ്ങാൻ നേരത്തിൽ കണ്ണുകൂടെ ഒക്കെ ഒരു പൊന്നി. പക്ഷെ ആ ഒരു സെക്കൻഡ്, ഒരു 5 മിനിറ്റ് നേരത്തെ ഒരു പ്രത്യേക ഒരു സുഖമാണ്. പിന്നെ അവിടെ ഞങ്ങൾ കയറി വരുമ്പോണ്ട് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു നല്ല തെയ്യം അടിപൊളി ഫോട്ടോ.
തെയ്യത്തിൻ്റെ ഒരു ഡമ്മി തന്നെ നല്ല ഉണ്ടാക്കി. നമുക്ക് പറയാൻ അറിയില്ലല്ലേ. ആ തെയ്യത്തിൻ്റെ തന്നെയാണ്. പിന്നെ അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത്. ഞാൻ തിരക്കാണ് അവിടെയൊക്കെ. ഞങ്ങളെന്താ പറയുക, ഞങ്ങൾ കുറേ ആൾക്കാർ ബേക്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ മാക്സിമം ആൾക്കാർ ഒഴിവാക്കി വീഡിയോ എടുക്കുക, എന്നാലേ നമുക്കിത് കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നമ്മൾ പൂക്കോലി ഇല്ല, കുറേ സൈഡൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള കുറേ ഭാഗങ്ങൾ മാത്രമേ എടുക്കണുള്ളൂ. കാരണം ഫുള്ളായിട്ട് എടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക്. കാരണം ഫുള്ള് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി തിരക്കിയിട്ടേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോ ഫുള്ള് ആൾക്കാരായിരിക്കും ആ ഭാഗത്ത്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് പൂക്കളോ ഒന്നും കവർ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മോളെയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാക്സിമം കഴിയുന്ന പോലെ നമ്മൾ വീഡിയോസ് നന്നാക്കി എടുക്കാൻ നോക്കീനെ. പിന്നെ ഞങ്ങൾ മേലേക്ക് കയറി പോവാണ്. പിന്നെ മുകളിൽ പൂപ്പലിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് എന്നില്ല, ആ എൻട്രൻസിൻ്റെ അങ്ങോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഒരു കുട്ടീനെ പറ്റിച്ച് അച്ഛമ്മോളെ കയ്യിൽ ഒരു ബലൂണാണ് കൊടുത്ത് ഒരു സെക്കൻഡ്. അപ്പം ഞാൻ എന്താ വിചാരിച്ചപ്പോൾ അച്ഛമ്മോളെ കയ്യിൽ പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത്. പിന്നെ ആ കുട്ടിക്ക് കൊടുത്തിട്ട് കുട്ടി വാങ്ങണില്ല. കുട്ടി ഇങ്ങനെ ആക്ഷൻ കുട്ടി ഇങ്ങനെ കൈ കൊണ്ട് കാനാ അറിയണ്ട്. അച്ഛമോള് കൊടുക്കണില്ല. അച്ഛമോളാണെങ്കിൽ ആ ബലൂണാണെങ്കിൽ അച്ഛമോള് തിരിച്ചു കൊടുക്കണില്ല. ചേക്കൻ വിടും ചേക്കൻ ജമ്പം ചെയ്തിട്ട് ഇത് ബലൂൺ വാങ്ങണില്ല. ആ കാന അറിയണ്ട് ചെക്ക. ഇവള് കുടുങ്ങിയില്ല. അതിൽ എന്നോട് പറഞ്ഞൊരു 50 രൂപ ആയിട്ട് പറഞ്ഞു. പിന്നെ നേരെ അവിടെ നിന്ന് ഒന്നും നോക്കിയില്ല. ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് വൈകി പോയി. പൂക്കോട്ട് തടാകത്തേക്ക്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഇതിന്റെ ടൈമൊക്കെ കഴിഞ്ഞതിൽ കയറാൻ ഞങ്ങൾ 5 മണി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ എൻട്രൻസ് ഫുള്ള് പൂട്ടി. ഭയങ്കര ദേഷ്യത്തിലൊക്കെ അവിടെ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പോയി. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ 150 രൂപ ഉള്ളൂ ടിക്കറ്റ് ഒരാൾക്ക്. പിന്നെ ടൈം വളരെ വൈകിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ ജസ്റ്റ് മൊത്തത്തിലൊന്ന് ഇരുന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് അവിടെ കുറേ ബേക്കറി ഐറ്റംസുകൾ, ബേക്കറി അല്ല ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ ഐറ്റംസുകൾ, പിന്നെ ചായയും കടിയൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും. അതിന്റെ മുകളിൽ എന്തൊക്കെയോ മറ്റേ ഈ പാമ്പിന്റെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഈ മേലൊക്കെ നമ്മളിങ്ങനെ വെച്ചങ്ങനെ ആവണേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ജസ്റ്റ് ഇങ്ങോട്ട് വിട്ടു. അവിടുന്ന് പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ടൈമും കഴിഞ്ഞില്ലേ. പിന്നെ വളവില് തന്നെ നമ്മൾ കോട വരൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ടൈം കഴിഞ്ഞു. അങ്ങ് ദൂരേക്ക് ഇങ്ങനെ പോണൊരു ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കയറാൻ കഴിഞ്ഞില്ല. ടൈം വളരെ കുറവായിരുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത് ടൈം. അത് നമ്മൾ പോയപ്പോ തന്നെ വൈകി. 2 ആൾക്കാർ എത്താൻ വൈകി പോയി. അത് നോക്കണ്ട, അതൊക്കെ ഇത് പരിപാടി. അതാണ് സമയത്തിൻ്റെതാണ് നമുക്ക്. ഏതായാലും അടുത്ത വീഡിയോയിൽ ഇനി കാണാം. അതെ, അടിപൊളിയായി.